കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDFന്റെ ഉന്നത വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിനുള്ളിൽ തന്നെ ഉടലെടുത്തിരിക്കുന്ന അധികാര വടംവലി സമാനതകളില്ലാത്ത രാഷ്ട്രീയ നാടകങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വഴി തുറന്നിരിക്കുകയാണ്. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നീ മൂന്ന് പ്രമുഖ നേതാക്കളെ കേന്ദ്രീകരിച്ച് ഗ്രൂപ്പ് രാഷ്ട്രീയവും വ്യക്തിപരമായ സ്വാധീനങ്ങളും അണിനിരക്കുമ്പോൾ ഇത് കേവലം ഒരു പദവിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനെല്ലാം അപ്പുറം കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി ഭാഗതയും നിർണ്ണയിക്കുന്ന നിർണായകമായ ഘട്ടമായി മാറുക കൂടിയാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശം നിലനിൽക്കുമ്പോഴും ഭരണ നേതൃത്വം ആരേറ്റെടുക്കണമെന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ ചേരിതിരിവ് ഹൈക്കമാൻഡിന് വലിയ തലവേദന സൃഷ്ടിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഈ മാസം 10-ാം തീയതിയോടെ, അതായത് വരാനിരിക്കുന്ന ഞായറാഴ്ചയോടെ പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ വ്യക്തമാക്കുന്നത്. ഭരണഘടനാനുസൃതമായ നടപടികളുടെ ഭാഗമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരീക്ഷകർ ഇന്ന് തലസ്ഥാനത്തെത്തുന്നതോടെ ചർച്ചകൾ അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുക കൂടിയാണ്. നാളെ വൈകുന്നേരത്തോടെ MLA മാരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ തേടി നിരീക്ഷകർ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യും. മറ്റന്നാൾ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുകയും ചെയ്യും. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം നിയമസഭയ്ക്കുള്ളിലും പുറത്തും VD സതീശൻ കാഴ്ചവെച്ച മികച്ച പ്രകടനമാണ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അവകാശവാദങ്ങളിൽ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കുന്നത്. സതീശന്റെ പോരാട്ട വീര്യവും അതുപോലെ തന്നെ ജനകീയ വിഷയങ്ങളിലെ ഇടപെടലുകളും യുവ MLA മാർക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തിട്ടുമുണ്ട്. ഇതിന് കരുത്ത് പകർന്നുകൊണ്ടാണ് മുതിർന്ന നേതാവായ N ശക്തൻ നേതൃത്വത്തിലുള്ള A ഗ്രൂപ്പ് നേതാക്കൾ സതീശന് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് സതീശനെ വിശേഷിപ്പിച്ച ശക്തൻ കേരളത്തിന്റെ ഭരണം ജനപക്ഷ നേതാവായ സതീശന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. I ഗ്രൂപ്പിന്റെ കുത്തകയായിരുന്ന പല മേഖലകളിലും സതീശൻ സ്വാധീനം ഉറപ്പിക്കുന്നത് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുമുണ്ട്. TJ വിനോദ്, ദീപക് ജോയ് തുടങ്ങിയ നേതാക്കൾ ആലുവയിലെത്തി സതീശനെ കണ്ടതും ഹൈബി ഈഡൻ, മുഹമ്മദ് ഷിയാസ്, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയ കരുത്തരായ നേതാക്കൾ അദ്ദേഹത്തിനായി അണിയറ നീക്കങ്ങൾ നടത്തുന്നതും സതീശന്റെ അവകാശവാദത്തിന് കരുത്തേകുന്നുമുണ്ട്. വയനാട് മേപ്പാടിയിലടക്കം പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നുള്ള മുദ്രാവാക്യമായി ഉയർന്ന ഫ്ലക്സ് ബോർഡുകൾ അണികൾക്കിടയിൽ വികാരം വ്യക്തമാക്കുന്നുമുണ്ട്. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിലെ തൻ്റെ കരുത്തും രാഹുൽ ഗാന്ധിയുമായുള്ള അടുത്ത ബന്ധവും വജ്രായുധമാക്കിയാണ് KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിനായി ശക്തമായി രംഗത്ത് വരുന്നത്. ഭൂരിപക്ഷം MLA മാരുടെയും പിന്തുണ തനിക്കുണ്ടെന്ന് അദ്ദേഹം ഇതിനോടകം തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ വേണുഗോപാലിനെ കേരളത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണമെന്ന് ഒരു വിഭാഗം MLA മാർ തറപ്പിച്ച് പറയുന്നുമുണ്ട്. ചടയമംഗലത്തെ നിയുക്ത MLA MM നസീർ പരസ്യമായി തന്നെ വേണുഗോപാലിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് ഇതിന്റെ വ്യക്തമായ സൂചനകൾ കൂടിയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നേതാവാണ് KC വേണുഗോപാൽ എന്ന് നസീർ സ്മരിക്കുമ്പോൾ അത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തിബന്ധങ്ങളുടെ സ്വാധീനം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. AP അനിൽകുമാർ, മാത്യു കുഴലാടൻ തുടങ്ങിയ നേതാക്കൾ വേണുഗോപാലിനായി സജീവ ഏകോപനമാണ് നടത്തുന്നത്. UDF ജയിച്ചു, KC നയിക്കുമെന്ന തലക്കെട്ടോടെ പെരുമ്പാവൂരിലും ഇന്ദിരാഭവന് മുന്നിലും ഉയർന്ന ഫ്ലക്സ് ബോർഡുകൾ അദ്ദേഹത്തിന്റെ പക്ഷം എത്രത്തോളം സജ്ജമാണെന്ന് തെളിയിക്കുന്നത് കൂടിയാണ്. ഹൈക്കമാൻഡ് നിരീക്ഷകർ MLA മാരോട് വേണുഗോപാലിന്റെ പേര് പ്രത്യേകം ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലാണ് പരിചയസമ്പന്നതയുടെയും സീനിയോറിറ്റിയുടെയും കരുത്തുമായാണ് രമേശ് ചെന്നിത്തല മത്സരിക്കുന്നത്. പാർലമെന്ററി രംഗത്തെ തന്റെ ദീർഘകാലത്തെ പാരമ്പര്യവും ഭരണപരിചയവും പരിഗണിക്കണമെന്നാണ് ചെന്നിത്തല പക്ഷത്തിന്റെ പ്രധാന ആവശ്യം. ഔദ്യോഗികമായി മഹാരാഷ്ട്ര DCC പുനഃസംഘടനയുടെ ചുമതലയുള്ള ചുമതലയുമായി ഡൽഹിയിലേക്ക് തിരിക്കുമ്പോഴും കേരളത്തിലെ സാഹചര്യങ്ങൾ അദ്ദേഹം ഹൈക്കമാൻഡുമായി നേരിട്ട് ചർച്ച ചെയ്യുകയും ചെയ്യും. IC ബാലകൃഷ്ണൻ, അൻവർ സാദത്ത് തുടങ്ങിയ വിശ്വസ്തർ ചെന്നിത്തലക്കായി രംഗത്തുമുണ്ട്. കേരളത്തെ തന്നെ നയിക്കാൻ രമേശ് ചെന്നിത്തല എന്ന മുദ്രാവാക്യവുമായി കേരളത്തെ നയിക്കാനായി രമേശ് ചെന്നിത്തല എത്തുമെന്നുള്ളതുമായി RC ബ്രിഗേഡ് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിട്ടുമുണ്ട്. മുതിർന്ന നേതാക്കളെ അവഗണിക്കുന്നത് പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന മുന്നറിയിപ്പും ഈ പക്ഷം നൽകുന്നുമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ 3 നേതാക്കളുടെയും അണികൾ നടത്തുന്ന പ്രചരണം കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോര് ഡിജിറ്റൽ യുഗത്തിലും എത്രത്തോളം ശക്തമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിലെ ഈ ആഭ്യന്തര കലഹങ്ങൾക്കെല്ലാം ഇടയിൽ UDFിലെ കരുത്തരായ ഘടകകക്ഷി മുസ്ലിം ലീഗിന്റെ നിലപാടും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ അനാവശ്യമായ കടുംപിടുത്തങ്ങൾ ഉണ്ടാകരുതെന്ന് പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. പിണറായി വിജയന് ഭരണത്തുടർച്ച ലഭിക്കാത്ത ഈ സാഹചര്യത്തിൽ ലഭിച്ച ഈ ഉജ്ജ്വല വിജയം ആഭ്യന്തര തർക്കങ്ങൾ കാരണം മങ്ങരുത് എന്നുള്ള വികാരമാണ് ലീഗിനുള്ളത്. മന്ത്രിസഭയിൽ ലീഗിന് അർഹിക്കുന്ന പ്രാധാന്യവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ലഭിക്കണമെന്ന ആവശ്യവും തങ്ങൾ ഉയർത്തിയിട്ടുമുണ്ട്. വകുപ്പുകളുടെ കാര്യത്തിൽ വ്യക്തമായ ധാരണയായ ശേഷം മാത്രമേ വനിതാ മന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ രാഹുൽ ഗാന്ധി നേരിട്ട് ലീഗ് നേതൃത്വമായി സംസാരിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുമുണ്ട്. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ സജീവമായി ഉണ്ടാകുന്നുണ്ട്. കായംകുളത്തെ തന്റെ തോൽവിക്ക് മുന്നിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിച്ചെന്ന പ്രതിഭയുടെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുക കൂടിയാണ്. ഇത്
മുന്നണിയിലെ രാഷ്ട്രീയത്തിലെ തന്നെ അടിയൊഴുക്കുകളെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും നിലവിലെ എല്ലാവരുടെയും കണ്ണ് മുഖ്യമന്ത്രി കസേരയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. AICC നിരീക്ഷകരായ അജയ് മാക്കനും മുകുൽ വാസ്നിക്കും MLA-മാരുടെ മനസ്സ് വായിച്ച് നൽകുന്ന റിപ്പോർട്ട് 10-ാം തീയതി പുറത്തുവരുന്ന തീരുമാനത്തിൽ നിർണായകമാവുകയും ചെയ്യും. സഖ്യങ്ങൾക്കപ്പുറം ഒരു സമവായം ഉണ്ടാകണമെന്ന 3 MP-മാരുടെയും ആവശ്യം ഹൈക്കമാൻഡ് ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 3 നേതാക്കളുടെ ആവശ്യങ്ങളും പരിഗണിക്കുന്നുണ്ട്. സതീശന്റെ യുവത്വവും ജനകീയതയും, വേണുഗോപാലിന്റെ ഹൈക്കമാൻഡ് സ്വാധീനം, ചെന്നിത്തലയുടെ അനുഭവ സമ്പത്ത്, ഇവയിൽ ഏതിനായിരിക്കും കോൺഗ്രസ് നേതൃത്വം മുൻഗണന നൽകുക എന്നുള്ളത് വരും മണിക്കൂറുകൾ വ്യക്തമാക്കുകയും ചെയ്യും. പെരുമ്പാവൂർ നഗരത്തിലെ ജംഗ്ഷനുകളിലും ഇന്ദിരാഭവന് മുന്നിലും തങ്ങളുടെ നേതാക്കൾക്കായി ഫ്ലക്സ് ഉയർത്തി കാത്തിരിക്കുന്ന അണികൾക്ക് ഞായറാഴ്ചയോടെ കൃത്യമായ ഉത്തരം ലഭിക്കുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. കേരളത്തിന്റെ ഭരണചക്രം തിരിക്കാൻ പട നയിച്ചവരിൽ ആരാണ് നിയോഗിക്കപ്പെടുക എന്നുള്ളത് കോൺഗ്രസിന്റെ വരാനിരിക്കുന്ന 5 വർഷത്തെ രാഷ്ട്രീയ ഭാവിയെ കൂടി തീരുമാനിക്കുന്ന ഒന്നായി മാറുകയും ചെയ്യും. ഭിന്നതകൾ മറന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഈ 3 നേതാക്കളെയും എങ്ങനെ ഹൈക്കമാൻഡ് കോർത്തിണക്കും എന്നതിലാണ് UDF സർക്കാരിന്റെ വിജയം ഇരിക്കുന്നത്. വരും ദിവസങ്ങളിലെ ഡൽഹി ചർച്ചകളും തിരുവനന്തപുരത്തെ നിരീക്ഷകരുടെ കൂടിക്കാഴ്ചയും കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലെ സുപ്രധാന ഏടുകളായി മാറുകയും ചെയ്യും. ഞായറാഴ്ച എന്ന ദിവസത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് മുന്നിൽ, അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇവിടെ 3 നേതാക്കളും, അത് VD സതീശൻ ആയിക്കോട്ടെ, KC വേണുഗോപാൽ ആയിക്കോട്ടെ, ചെന്നിത്തല ആയിക്കോട്ടെ, 3 പേരും മുഖ്യമന്ത്രി പദത്തിന് അർഹിച്ചവർ തന്നെയാണ്, യോഗ്യതയുള്ളവർ തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമല്ല. എന്നിരുന്നാൽ പോലും ഇവിടെ 3 പേർക്കുമുള്ള വടംവലികൾ ഒരുപക്ഷെ ഈ സാഹചര്യത്തിൽ ഭൂഷണമല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള മന്ത്രിസഭയ്ക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ മന്ത്രിപദത്തിന് വേണ്ടിയുള്ള തർക്കങ്ങൾ, അടിയൊഴുക്കുകൾ, അടികളെല്ലാം വീണ്ടും കോൺഗ്രസിനെ പിന്നോട്ടടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. വലിയ വിജയമാണ് കോൺഗ്രസ് നേടിയെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ 102 സീറ്റ് എന്ന സ്വപ്നതുല്യമായ വിജയത്തിലേക്കാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. ഈ സാഹചര്യം ഒരുപക്ഷെ മന്ത്രിപദത്തിന് വേണ്ടിയുള്ള അടിയിലേക്ക് മാറ്റിയാൽ അത് വലിയ തകർച്ചയിലേക്ക് വീണ്ടും കോൺഗ്രസിനെ എത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം ജനങ്ങൾ UDF-നൊപ്പം നിന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തോടുള്ള വെറുപ്പ് കൊണ്ടാണ്, അപമതിപ്പ് കൊണ്ടാണ്, അവർക്ക് മടുത്തത് കൊണ്ടാണ്. ആ മടുപ്പ് UDF-ന് വോട്ടായി മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് വെച്ച് അഹങ്കരിച്ചാൽ ഒരുപക്ഷെ LDF-ന് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് UDF-നും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നേതാക്കളടക്കം അണികളടക്കം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ മുസ്ലിം ലീഗ് ആദ്യമേ തന്നെ പറഞ്ഞു തുടങ്ങിയതാണ് ഒരു കാരണവശാലും മന്ത്രിപദത്തിന് വേണ്ടി അടിയുണ്ടാക്കരുത് എന്നുള്ളത്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ അത് ഏത് തലത്തിലേക്ക് പോകുമെന്നുള്ളതാണ് ഇനി കണ്ടറിയാനുള്ളത്. കാരണം ഞായറാഴ്ചയോടുകൂടി ഏതാണ്ട് തീരുമാനമാവും. കേന്ദ്രത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ AICC നിന്നുള്ള നിരീക്ഷകരടക്കം ഹൈക്കമാൻഡിൽ നിന്നും എത്തി എല്ലാ MLA-മാരുടെയും അഭിപ്രായങ്ങളും അതുപോലെ പിന്തുണയും ആർക്കെന്ന് ചോദിച്ച് വ്യക്തമായ റിപ്പോർട്ട് രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെക്കും നൽകുകയും ചെയ്യും. അതിനുശേഷമാണ് തീരുമാനമാവുക ആരാണ് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ പോകുന്നത് ആരാണ് എന്നുള്ളത് തീരുമാനം ഉടനുണ്ടാകും. പക്ഷേ അതാരിലേക്ക് എത്തിയാലും അത് വലിയ ഗ്രൂപ്പ് ബോർഡിലേക്കും അതുപോലെ ചരടുവല്ലിലേക്കും പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. വരും ദിവസങ്ങളിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നാലും അവർക്ക് ആ മന്ത്രി കസേരയിൽ ഉറച്ചിരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആര് തന്നെ വന്നാലും അവർക്ക് വ്യക്തമായ പിന്തുണ നൽകേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്, UDF-ൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ഇത്തവണ LDF-ന് എന്താണോ സംഭവിച്ചത് അത് UDF-ന് സംഭവിക്കാതിരിക്കണമെങ്കിൽ നേതാക്കളെല്ലാം ഒരുമിച്ച് നിന്നേ മതിയാകൂ. അങ്ങനെ നിന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ദയനീയമായ പരാജയത്തിലേക്ക് UDF പിന്തള്ളപ്പെടുമെന്ന കാര്യം കൂടി ഓർത്ത് വെക്കേണ്ടത് UDF-കാരുടെ ആവശ്യം കൂടിയാണ്, അല്ലെങ്കിൽ UDF അത് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തകർച്ച UDF-നെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത തലത്തിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്.